നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പഹൽഗാം ആക്രമണം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാൻ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് മോദി ഭരണകൂടം. ഇന്ത്യയെ കയറിച്ചൊറിഞ്ഞ് ബിലാവൽ ഭൂട്ടോ. ബിലാവലിന്റെ വായിലെ പിരിവെട്ടിച്ച് കേണൽ സോഫിയ ഖുറേഷി മറുപടി കൊടുത്തിട്ടുണ്ട്. സിന്ധു നദിയിൽ കൈവച്ചാൽ നദിയിലൂടെ ഇന്ത്യക്കാരുടെ രക്തം ഒഴുക്കുമെന്ന് വെല്ലുവിളിച്ച അതേ കീടം തന്നെയാണ് ഈ ബിലാവൽ ഭൂട്ടോ. ഇന്ത്യക്കാരുടെ രക്തം ഒഴുക്കാൻ വന്നവന്മാരുടെ കോട്ടകളിൽ കയറി വെടിമരുന്ന് നിറച്ച് പൊട്ടിച്ചാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ മറുപടി കൊടുത്തത്. കിട്ടിയ അടിയുടെ വേദനയിൽ പുളയുന്ന പാകിസ്ഥാൻ ലോകവേദികളിലേക്കും രാജ്യങ്ങളിലേക്കും വാചക കസരത്തിന് പ്രതിനിധി സംഘങ്ങളെ അയച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലെ പ്രധാനിയാണ് ബിലാവൽ ഭൂട്ടോ. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ ഇന്ത്യക്കിട്ട് താങ്ങി ബിലാവൽ തെറ്റായ പ്രചരണം നടത്തിയത്. എന്നാൽ സംഭവം ബിലാവലിന്റെ കൈവിട്ടുപോയി. കൂടി നിന്ന മാധ്യമപ്രവർത്തകർ സോഫിയ ഖുറേഷിയുടെ വാർത്താ സമ്മേളനം ഉയർത്തിക്കാട്ടിയതും പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാനുമായ ബിലാവൽ ഭൂട്ടോ നാണം കെട്ടു. പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാനായി രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നായിരുന്നു ബിലാവൽ ഭൂട്ടോ ഇന്ത്യക്കെതിരായി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇതെല്ലാം ഇന്ത്യയുടെ നാണം കെട്ട കളികളാണെന്നായിരുന്നു ബിലാവൽ വെച്ചലക്കിയത്. എന്നാൽ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനു മുന്നിൽ ബിലാവൽ പതറിപ്പോയി. കശ്മീരിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാനുള്ള രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ ഞാൻ ഇരുഭാഗത്തു നിന്നുമുള്ള വിശദീകരണങ്ങൾ കണ്ടിരുന്നു. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വിശദീകരണം നൽകിയവരിൽ മുസ്ലിം സൈനിക ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നതായാണ് എൻ്റെ ഓർമ്മ, മാധ്യമപ്രവർത്തകൻ പറഞ്ഞു. ഇതോടെ അസ്വസ്ഥനായ ബിലാവൽ ഭൂട്ടോ ഏതാനും വാക്കുകളിൽ മറുപടി നൽകി. സൈനിക ഓപ്പറേഷനുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നായിരുന്നു അസ്വസ്ഥനായ ബിലാവൽ ഭൂട്ടോയുടെ മറുപടി. അതായത് ഇന്ത്യൻ മുസ്ലിങ്ങളെ ചവിട്ടി അരയ്ക്കുകയാണ് മോദി ഭരണകൂടം എന്ന് പറഞ്ഞു വയ്ക്കുകയായിരുന്നു ബിലാവൽ. എന്നിട്ടാണോ ഓപ്പറേഷൻ സിന്ദൂറിൽ മറുപടി കൊടുത്തത്? മുസ്ലിം സഹോദരി കൂടെ ആയിരുന്നല്ലോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ ബിലാവലിന് തൊണ്ടയിടറിപ്പോയി. പിന്നീട് ഒരു അക്ഷരം പറയാൻ കഴിഞ്ഞില്ല. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാന്റെ ഭാഗം വിശദീകരിക്കാൻ നല്ല ബെസ്റ്റ് ആളിനെയാണ് വിട്ടിരിക്കുന്നതെന്ന് ഇതോടെ സൈബറിടത്തിൽ ട്രോളുകൾ ഉയർന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പോലും പതറുകയാണ് ബിലാവലും സംഘവും. ലോകവേദികളിലെല്ലാം തന്നെ പാകിസ്ഥാൻ ഇപ്പോഴും ആവർത്തിക്കുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നരകിക്കുകയാണ് എന്നാണ്. എന്നാൽ അതങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കഴിഞ്ഞു. അതിന് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ടായിരുന്നു ശക്തമായ ഒരു നീക്കമാണ് ഇന്ത്യ നടത്തിയത്. കാരണം അതിൻ്റെ വിശദാംശങ്ങൾ ലോകത്തെ അറിയിക്കുന്നതിന് ബ്രീഫിംഗ് നടത്തുന്നതിന് വേണ്ടി 2 വനിതാ ഉദ്യോഗസ്ഥരെ രംഗത്തിറക്കിയത്. അതിൽ ഒരാൾ മുസ്ലിം സഹോദരിയാണ് എന്നുള്ളതും പാകിസ്ഥാന്റെ അടിപതറുന്നതായിരുന്നു. ഇപ്പോൾ ലോകവേദികളിലൊക്കെ കയറി ചെന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ചത്തൊടുങ്ങുകയാണ്, മോദി അവരെ കൊന്നൊടുക്കുകയാണ് എന്നൊക്കെ വാഗീറുകയാണ് പാകിസ്ഥാൻ. അവർക്കെല്ലാവർക്കും ഉള്ള മറുപടിയാണ് സോഫിയ ഖുറേഷി കൊടുത്തത്. മാധ്യമങ്ങളോട് പോലും തോറ്റോടുന്ന ബിലാവൽ ഇനി നേരിടേണ്ടത് ശശി തരൂരിനെയാണ്. എങ്ങനെ ശശി തരൂരിന്റെ മുന്നിൽ ബിലാവൽ ഭൂട്ടോ പിടിച്ചു നിൽക്കും? ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള പാക് പ്രതിനിധികൾ US-ലെത്തിയിട്ടുണ്ട്. ഭീകരവാദത്തിനെതിരെയും പാകിസ്ഥാൻ ഭീകരർക്ക് നൽകുന്ന പിന്തുണയും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാനായി ഇന്ത്യ വിവിധ സംഘങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാനും ഇതേ രീതിയിൽ പ്രതിനിധി സംഘത്തെ അയച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പാക് ഭീകരതയെക്കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർവകക്ഷി സംഘം US-ലെത്തിയിട്ടുണ്ട്. മറുഭാഗത്ത് പാകിസ്ഥാന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളിലെ പ്രതിനിധി സംഘവും US-ൽ വന്നതിന് പിന്നാലെ രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റലിജൻസ് സഹകരണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ബിലാവൽ ഭൂട്ടോ. പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും രഹസ്യാന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള സഹകരണം ദക്ഷിണേഷ്യയിലെ ഭീകരവാദത്തെ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് PPP ചെയർമാൻ കൂടിയായ ബിലാവലിന്റെ അവകാശവാദം. UN ആസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെയായിരുന്നു പാക് പ്രതിനിധി തലവൻ ഇത്തരത്തിലൊരു വാദഗതി ഉന്നയിച്ചത്. എനിക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട്, ISIയും റോയും ഈ ശക്തികൾക്കെതിരെ പോരാടാൻ ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഭീകരപ്രവർത്തനം ഗണ്യമായി കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദക്ഷിണേഷ്യയിൽ ഇടപെടുന്നത് തുടരണമെന്നും ബിലാവൽ ഭൂട്ടോ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു. സമീപകാല വെടിനിർത്തലിന് ശേഷവും സംഘർഷ സാധ്യത കുറയുകയല്ല, വർദ്ധിക്കുകയാണ് ചെയ്തതെന്നും ബിലാവൽ പറഞ്ഞു.
ഇതിനിടെ തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം യുഎസിലെ പ്രധാന കേന്ദ്രങ്ങളിൽ സന്ദർശനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യുഎസ് കോൺഗ്രസ് അംഗങ്ങളുമായും സെനറ്റ് വിദേശകാര്യ സമിതിയുമായും കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. അക്കാദമിക് വിദഗ്ധരുമായും വിവിധ മാധ്യമ സ്ഥാപനങ്ങളുമായും ഇന്ത്യൻ പ്രതിനിധി സംഘം ചർച്ചകൾ നടത്തും. ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ നിലപാട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ തന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് കഴിഞ്ഞുവെന്നും ചില തെറ്റിദ്ധാരണകൾ മാറ്റാനായി എന്നും കഴിഞ്ഞ ദിവസം തരൂർ പറഞ്ഞിരുന്നു. ബിലാവൽ യുഎസിൽ ഉയർത്തിയ വാദങ്ങൾക്കെല്ലാം ശശി തരൂർ കൃത്യമായ മറുപടി കൊടുക്കും. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പോൾ ബിലാവൽ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെ ചാരസംഘടന ISIയും ഇന്ത്യയുടെ റോയും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നാണ്. അതെങ്ങനെ ശരിയാകും ബിലാവലെ? കാരണം പാക് ചാരസംഘടന ISI അത് ഭീകരവാദത്തിന്റെ മുഖം തന്നെയാണ്. പഹൽഗാമിൽ ആക്രമണം നടത്തിയതിന് പിന്നിൽ ISIയുടെ കൃത്യമായ പങ്കുണ്ട്. അതിന്റെ തെളിവടക്കം ഇന്ത്യ വലിച്ചു പുറത്തിട്ടതാണ്. റോയുടെയും IBയുടെയും ഒന്നും രീതികൾ ഭീകരവാദമല്ല, ഭീകരവാദത്തിനെതിരാണ്. അതുകൊണ്ട് ഇന്ത്യൻ സംഘങ്ങളെ കൂട്ടുപിടിച്ച് അങ്ങ് ഭീകരവാദം ഇല്ലാതാക്കാം എന്നുള്ള ബിലാവലിന്റെ ഗിമ്മിക്കുകളൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. പാകിസ്ഥാൻ കുറച്ചധികം കാലമായി ഉയർത്തുന്ന ആരോപണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നരകത്തിലാണെന്നാണ്. മോദി സർക്കാർ ഇന്ത്യൻ മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരായിട്ട് കാണുന്നത് എന്നുള്ള വാദമൊക്കെയാണ് പാകിസ്ഥാൻ ഉയർത്തുന്നത്. പാകിസ്ഥാന്റെ ഇമ്മാതിരി അടവുകൾക്ക് ഇന്ത്യൻ മുസ്ലിങ്ങൾ തന്നെ മറുപടി കൊടുത്ത് പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അസദുദ്ദീൻ ഒവൈസിയുടെ ഒരു മറുപടിയാണ്. അതായത് ലോകത്തിന്റെ പല കോണിലേക്ക് ഭീകരവാദത്തിനെതിരെ സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ടല്ലോ. അതിൽ ഒരു സംഘത്തിന്റെ തലവൻ അസദുദ്ദീൻ ഒവൈസിയാണ്. സൗദിയിലെത്തിയപ്പോഴായിരുന്നു AIMIM മേധാവിയും ഹൈദരാബാദ് MPയുമായ അസദുദ്ദീൻ ഒവൈസി പാകിസ്ഥാനെ അങ്ങ് പൊളിച്ചടുക്കിയത്. 240 ദശലക്ഷത്തിലധികം അഭിമാനികളായ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെന്നും ഇന്ത്യയിൽ നിരവധി പ്രശസ്തരായ ഇസ്ലാമിക പണ്ഡിതരുണ്ടെന്നും അദ്ദേഹം സൗദി സന്ദർശനത്തിനിടെ പറഞ്ഞത്. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണെന്നും ഇന്ത്യ അങ്ങനെയല്ലെന്നും പാകിസ്ഥാൻ അറബ് ലോകത്തിനും മുസ്ലിം ലോകത്തിനും തെറ്റായ സന്ദേശം നൽകുന്നത് വളരെ നിർഭാഗ്യകരമാണ്. ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നതിൽ അഭിമാനിക്കുന്ന 240 ദശലക്ഷം ഇന്ത്യൻ മുസ്ലിങ്ങളുണ്ട്. ലോകത്തിലെ ഏതൊരു പണ്ഡിതനേക്കാളും നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ മികച്ചവരാണ്. അവർക്ക് അറബി ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയും. ഒരു മുസ്ലിം രാജ്യമായതിനാൽ ഇന്ത്യ തങ്ങളെ വേദനിപ്പിക്കുന്നുവെന്ന പാകിസ്ഥാന്റെ തെറ്റായ പ്രചാരണമാണെന്നും ഒവൈസി തുറന്നടിച്ചിരുന്നു. തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ നിർത്തിയാൽ ദക്ഷിണേഷ്യയിൽ സ്ഥിരതയുണ്ടാകുമെന്നും ഒവൈസി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ആഗോള രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി സൗദി അറേബ്യ സന്ദർശിക്കുന്നതിനിടെയായിരുന്നു ഒവൈസി ഇക്കാര്യങ്ങളൊക്കെ തുറന്നടിച്ചത്. ഇന്ത്യക്ക് വേണമെങ്കിൽ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കാമായിരുന്നു. പക്ഷേ മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തത്. ആ പാതയിലൂടെ പോകാൻ ഞങ്ങളെ നിർബന്ധിക്കരുതെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. 9 ഭീകര സംഘടനാ ആസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടു. കൊല്ലപ്പെട്ട ഭീകരർക്കായി നമസ്കാരം നയിച്ച വ്യക്തി US ഭീകരനാണെന്നത് ഞെട്ടിച്ചുവെന്നും ഒവൈസി വ്യക്തമാക്കി. ഭീകരവാദ ഫണ്ടിംഗ് തടയുന്നതിന് പാകിസ്ഥാനെ വീണ്ടും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും ഒവൈസി പറഞ്ഞു. അൾജീരിയയിൽ ഭീകരർക്ക് പിന്തുണ നൽകുന്ന പാകിസ്ഥാന്റെ കപട മുഖവും ഒവൈസി തുറന്നു കാട്ടിയിരുന്നു. ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യവേ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ സാക്കിയൂർ റഹ്മാൻ ലഖ്വി ജയിലിലായിരുന്നപ്പോൾ പാകിസ്ഥാൻ പ്രത്യേക പരിഗണന നൽകിയതിന്റെ ഉദാഹരണം ഹൈദരാബാദ് MP ചൂണ്ടിക്കാട്ടി. ലഖ്വിയെ പോലുള്ള ഒരു കൊടും ഭീകരന് തടവിൽ കഴിയുമ്പോൾ പിതാവാകാൻ അനുവദിച്ച പാക് ഭരണകൂടത്തെ ഒവൈസി നിശിതമായിട്ട് വിമർശിച്ചു. സാക്കിയൂർ റഹ്മാൻ ലഖ്വി എന്നൊരു ഭീകരൻ ഉണ്ടായിരുന്നു. ലോകത്തിലെ ഒരു രാജ്യവും തീവ്രവാദ കുറ്റം നേരിടുന്ന ഒരു ഭീകരനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. എന്നാൽ പാക് ജയിലിലായിരിക്കുമ്പോൾ അയാൾ ഒരു മകന്റെ പിതാവായി. പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം ആഗോള സമൂഹത്തോട് ആവർത്തിച്ചാവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ ഒവൈസി അടപടലം വലിച്ചു കീറുകയായിരുന്നു. നിരപരാധികളെ കൊന്നൊടുക്കുന്നതിലൂടെ അവർ ഇസ്ലാമിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെന്നും ഒവൈസി ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാന്റെ തക്ഫീരിസത്തിന്റെ പ്രഭവ കേന്ദ്രമാണ്. പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകളും IS അൽ-ഖ്വയ്ദയും തമ്മിൽ പ്രത്യയശാസ്ത്രത്തിൽ വ്യത്യാസമില്ല. അവർക്ക് മതപരമായ അനുമതിയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അത് പൂർണ്ണമായും തെറ്റാണ്. അൾജീരിയയിൽ ഒവൈസി പാകിസ്ഥാനെ വലിച്ചു കീറുകയായിരുന്നു. അങ്ങനെ ഇന്ത്യൻ മുസ്ലിങ്ങൾ തല ഉയർത്തി തന്നെയാണ് ഇന്ത്യയിൽ ജീവിക്കുന്നതെന്ന് ഒവൈസി തന്നെയാണ് പാകിസ്ഥാന് മറുപടി കൊടുത്തത്. ഇപ്പോൾ ബിലാവൽ ഭൂട്ടോ വലിയ
വ്യാജ പ്രചരണവും കൊണ്ട് വന്നപ്പോൾ അതിനെ പൊളിച്ചെടുക്കാനും സോഫിയ ഖുറേഷിയുടെ വാർത്താ സമ്മേളനമാണ് മാധ്യമപ്രവർത്തകർ ഉയർത്തിക്കാട്ടിയത്. അങ്ങനെ ബിലാവലും തലയിൽ മുണ്ടിട്ടോടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.